തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരമായിരുന്നു മലയോര മേഖലയിൽ നടന്നത്. ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലാണ് മലയോര ജനത. വൻ പ്രതീക്ഷയിലാണ് മുന്നണികൾ. മലയോരത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. വളരെ വാശിയേറിയ മത്സരമായിരുന്നു മലയോര മേഖലയിൽ നടന്നത്. LDF കോട്ടകളെല്ലാം തകർന്നു വീഴുമെന്നും മലയോര മേഖല മുഴുവനായും UDFന് അനുകൂലമാകുമെന്നുമാണ് UDF പറയുന്നത്. നാളെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരികയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. പക്ഷെ ഇത്ര പോസിറ്റീവായിട്ടൊരു സാഹചര്യം UDFന് ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടൊരു തെരഞ്ഞെടുപ്പാണ്. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങളുടെ പ്രതീക്ഷ പേരാവൂർ ബ്ലോക്കിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും UDF നേടും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 9.5 വർഷങ്ങളിൽ നിന്നും ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകളിൽ ജനങ്ങൾ അനുകൂല വിധിയെഴുതുമെന്നാണ് ഇടതുമുന്നണികൾ പറഞ്ഞത്. കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആ രീതിയിൽ തന്നെ വിലയിരുത്തിപ്പോയിട്ടുണ്ട്. നല്ല പ്രതികരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്തേക്ക് കേരളത്തിനകത്ത് ആകെ മൊത്തം ഇടതുപക്ഷത്തിന് നല്ലൊരു തരത്തിലേക്കുള്ള തരംഗം തന്നെ സൃഷ്ടിക്കാനാവുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് പേരാവൂർ പഞ്ചായത്തിൽ BJP അക്കൗണ്ട് തുറന്നത്. ഒരു സീറ്റ് എന്നത് 5 സീറ്റുകളായി വർദ്ധിപ്പിക്കും എന്ന വിശ്വാസമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുമെന്നും BJP പറഞ്ഞു. ജനവിരുദ്ധ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ ജനക്ഷേമ പദ്ധതികൾ, ജൽജീവൻ പദ്ധതി, അതുപോലെ തന്നെ ആവാസ് യോജന പദ്ധതി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഭൂരിപക്ഷം സീറ്റിലും വരണം എന്നുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ട്. ഈ തരത്തിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയോര ജനത. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.